പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുടെ നാളെ 2025 ഏപ്രിൽ 11 അതായത് 1200 മീനമാസം 28 വെള്ളിയാഴ്ചത്തെ ശുക്രവാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നാളെ തൃശ്ശൂരിൽ പ്രാദേശിക സൂര്യോദയം കാലത്ത് 6:19 അസ്തമയം വൈകിട്ട് 6:32 നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. വെള്ളിയാഴ്ച രാഹുകാലം 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു. വെള്ളിയാഴ്ച സ്വതവേ തന്നെ നിങ്ങൾ അറിയണം, നാൽക്കാലികളും സ്ത്രീകളും സഞ്ചരിക്കാത്ത ദിവസമാണ്, ഗർഭിണികളും. നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ ശക്തമായ ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു. ഉത്രത്രയം എന്നാണ് പറയുക. ഉത്രത്രയത്തിൽ 9 നക്ഷത്രങ്ങൾ പെടുന്നുണ്ട്, നിങ്ങൾ അറിയണം. ഒന്ന് ഉത്രമത്തം ചിത്ര, മറ്റൊന്ന് ഉത്രാടം തിരുവോണം അവിട്ടം, മറ്റൊന്ന് ഉത്രട്ടാതി രേവതി അശ്വതി, ഇങ്ങനെ 9 നക്ഷത്രങ്ങൾ. എന്നിരുന്നാലും ഉത്രത്രയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരിക ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി 3 നക്ഷത്രങ്ങളാണ്. അതുമായി ചേർന്നുള്ള മറ്റ് നക്ഷത്രങ്ങൾ കൂടെയാണ് 9 നക്ഷത്രങ്ങൾ എന്ന് നാം പറയുന്നത്. ഉത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യത്തിൽ ഉത്രം ഉപയോഗിക്കാറില്ല. ഉത്രം നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു. ഭാഗ്യം എന്നാണ് സംസ്കൃതത്തിൽ ഉത്രം നക്ഷത്രത്തിന് പറയുക. കൃത്രിക ഭാഗ്യം മൂലാശ്ച മക ചിത്രാച രേവതി, കാർത്തിക ഭാഗ്യം ഉത്രം, മകം മൂലം ചിത്ര രേവതി, ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. സശേഷന്തു വിനശ്യതി, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗ്യം പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിവസം അനുകൂലമല്ല. സാമ്പത്തിക വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം, നാളത്തെ തിഥി ശക്തമായ തിഥിയാണ്, പക്ഷേ അത് ചതുർദശി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ 14-ാം തിഥിയാണ്. നാളെ കഴിഞ്ഞാൽ പൗർണമിയായി. എങ്കിലും ചതുർദശി രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂതിശ്രീ വിഭവ തിഥി ശ്രവണത, തിഥി ശ്രവിക്കുമ്പോൾ അത് സമ്പത്തിനെ ദ്യോതിപ്പിക്കുന്നു. അതിനാൽ ഒഴിഞ്ഞ തിഥികളാണ്. ഏതൊക്കെ തിഥികൾ? ചതുർത്ഥി 4, നവമി 9, ചതുർദശി 14. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും തിഥികൾക്ക് വളരെ ദുർബലതയുണ്ട്. അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾക്ക് നാളത്തെ ദിനം നല്ലതല്ല. നിങ്ങൾക്ക് മറ്റ് യാത്രകളും ഒക്കെ ചെയ്യുവാൻ നാളത്തെ ദിനം സ്വീകരിക്കാം. കാലത്ത് 7:30 മുതൽ 8:30 വരെയുള്ള സമയം, അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് 1:15 മുതൽ 2:15 വരെയുള്ള സമയം നിങ്ങൾക്ക് യാത്രക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. നാളെ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചു, ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. എങ്കിലും ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അതിദേവത കാർത്തിക ഉത്രം ഉത്രാടം, അതിദേവത സൂര്യനാകുന്നു. അതിനാൽ ശിവക്ഷേത്ര ദർശനമാണ് നാളെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാവുക. ശിവനും ദേവിയുമുള്ള അമ്പലത്തിൽ പോയിക്കോളൂ. കൂളമാല ജലധാര ദേവിക്ക് പിൻവിളക്ക് വഴിപാടായി സമർപ്പിക്കുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും അധികം ഗുണപരമായിരിക്കും, പ്രത്യേകിച്ച് ഉത്രം നക്ഷത്ര ജാതർക്ക്. കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യം സൂര്യനാകയാൽ ആദിത്യന് ബലമുണ്ടാകുന്ന ഏറ്റവും നല്ല മന്ത്രമാകുന്നു ആദിത്യ ഹൃദയ മന്ത്രം. ആദിത്യൻ ശിവനാകുന്നു. ഓം നമഃശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജപിക്കാം. അതിശക്തമായ വൈബ്രേഷൻസ്, ഓറ ഡെവലപ്പ് ചെയ്യുവാൻ ഏറ്റവും നല്ലതാകുന്നു. കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം, വെറും തറയിൽ നിലത്തിരിക്കാൻ പാടില്ല. മൂലാധാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊന്നും ചെയ്യാൻ പാടില്ല. അതിനാൽ എപ്പോഴും നല്ല ബെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ യോഗാമേറ്റിൽ അല്ലെങ്കിൽ നല്ല പായയിൽ ഇരിക്കണം ഈ നക്ഷത്രക്കാർ. എല്ലാ പ്രിയപ്പെട്ട ഉത്രം നക്ഷത്രക്കാർക്കും നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.